സ്നേഹമുള്ളവരെ, നമ്മുടെ വാർഡിലെ സ്ഥിരതാമസക്കാരനായിരുന്ന ആരിഫ് ജയിലിലെ പോലീസ് ഓഫീസറായി വർക്ക് ചെയ്യുമായിരുന്നു. മുഖ്യമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെ അവാർഡും കൂടെ ലഭിച്ചതായിട്ട് എനിക്ക് അറിയാൻ സാധിച്ചു. ഏറെ ബഹുമാനത്തോടും വളരെ താല്പര്യത്തോടുമാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നതും. ഞങ്ങളൊരു ചെറിയൊരു മെമ്മൻ്റോ കൊടുത്ത് ആദരിക്കാനായിട്ട് തുടർന്ന് ചെയർമാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൗൺസിലിൽ വെച്ച് നമുക്കൊരു അംഗീകാരം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം ചാലക്കുടിക്കാർക്ക് സുപരിചിതനാണ്. അദ്ദേഹത്തിൻ്റെ വീട് ചാലക്കുടി ബോയ്സ് സ്കൂളിൻ്റെ പിറകിലുള്ള ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ആരിഫ് KM എന്നാണ്. അദ്ദേഹം അസിസ്റ്റൻറ്റ് ജയിലറായി ഇടുക്കി ജയിലിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. 2025 മാർച്ച് 31 റിട്ടയർ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഈ കർമ്മ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ വളരെ സുദൃഢമായ ആ സേവനത്തിനാണ് രാഷ്ട്രപതിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ കൗൺസിലറായിട്ടുള്ള നീതാ പോൾ എന്ന് പറയുന്ന കൗൺസിലറുടെ വാർഡിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ നമുക്കറിയാം, ഈ ജയിൽ എന്ന് പറയുന്ന സംഭവം ജീവിതം മുഴുവനും തകർത്ത് കളയുന്ന അല്ലെങ്കിൽ ശിക്ഷകൾ കൊണ്ട് ക്രൂരമായ ഒരു മനുഷ്യനെ തളച്ചിടുന്ന ഒരു ഇടമല്ല. അങ്ങനെയല്ല ജയിൽ രൂപാന്തരപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ജയിലിലേക്ക് ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി പോകുന്ന ഒരു കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം ആ കുറ്റവാളിയെ ചെയ്തിട്ടുള്ള ശിക്ഷയെപ്പറ്റി ബോധ്യപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഒരു പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സംവിധാനമാണ് ജയിലിൽ ഉണ്ടാകേണ്ടത്. പലപ്പോഴും ഈ നല്ല ജയിലർമാരുടെ പ്രവർത്തനം മൂലം ഈ ശിക്ഷയൊക്കെ അനുഭവിച്ചു വന്ന കൊടുംക്രൂരന്മാരായിട്ടുള്ള കുറ്റവാളികൾ വരെ മാനസാന്തരപ്പെട്ട് അവർ ജീവിതത്തിലേക്ക് തിരിച്ച് വന്ന് മറ്റു മേഖലയിലേക്ക് പോയിട്ടുള്ള ഒട്ടനവധി സംഭവങ്ങളുണ്ട്. ആരിഫ് KM എന്ന് പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അസിസ്റ്റൻറ്റ് ജയിലറായി ഇടുക്കി ജയിലിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പല ജയിലുകളിലും സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആരിഫ് KMന് നമ്മുടെ ചാലക്കുടിക്കാർക്കെല്ലാം അഭിമാനമായി അദ്ദേഹത്തിന് ഈ ബഹുമതികൾ ലഭിച്ചു. ഈ ബഹുമതികൾ ലഭിച്ച അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു ആലപ്പനും അതുപോലെ തന്നെ കൗൺസിലറായിട്ടുള്ള ദീപു ദിനേശൻ, നീതാ പോള്, അതോടൊപ്പം തന്നെ പ്രദേശവാസികളും ചേർന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു. ജയഫേസിനെയും ഈ ധന്യമുഹൂർത്തത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള നന്ദി അറിയിക്കുന്നു. ആദരണീയനായ ചാലക്കുടി നഗരസഭാ ചെയർമാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ നല്ല സേവനത്തിന്, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഈ സുദൃഢമായ സേവനത്തിന് ലഭിച്ചിട്ടുള്ള ബഹുമതികൾക്ക്, അംഗീകാരങ്ങൾക്കൊക്കെ തന്നെ നന്ദി അർപ്പിക്കുകയും ചെയ്തു. നമുക്ക് രാഷ്ട്രപതിയുടെയും മുഖ്യമന്ത്രിയുടെയും 2 പുരസ്കാരങ്ങൾ ലഭിച്ച, പോലീസ് മെഡലുകൾ ലഭിച്ച ഒരു അപൂർവ ഭാഗ്യമാണ് പ്രിയപ്പെട്ട നമ്മുടെ ആരിഫിന് ലഭിച്ചിട്ടുള്ളത്. ചാലക്കുടി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പരിസരവാസികളും വാർഡ് കൗൺസിലറൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷവും അഭിമാനമാണ്. സാധാരണയായിട്ട് നമ്മൾ രാഷ്ട്രപതിയുടെ അവാർഡ് കിട്ടുന്ന ആളുകളുണ്ട്, മുഖ്യമന്ത്രിയുടെ മെഡൽ കിട്ടുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇത് 2 പുരസ്കാരങ്ങളും ഒരുമിച്ച് നേടാൻ കഴിയുന്നത് അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് വലിയ അഭിമാനവും സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും ഇതുപോലെയുള്ള ഒരു മേഖലയിൽ ജയിൽ വകുപ്പിന്റെ ഉദ്യോഗസ്ഥനായി അതിൽ മികച്ച സേവനം നടത്തിയത് കൊണ്ട് തന്നെയാവണം ഇതുപോലെയുള്ള ഒരു അംഗീകാരം ഇത്ര ഉയർന്ന തലങ്ങളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ആരിഫിന് ലഭിച്ചിട്ടുള്ളത്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഈ സന്തോഷത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വൈഫ് നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ജീവനക്കാരിയാണ് എന്നുള്ള ഒരു സന്തോഷം കൂടി ഞങ്ങളുടെ അഭിമാനത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ആരിഫിനും അതുപോലെ തന്നെ കുടുംബത്തിനും പ്രിയപ്പെട്ട വാപ്പയ്ക്കും എല്ലാവർക്കും നഗരസഭയുടെ പേരിൽ, നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തുന്നു.